ഒരു പൈലറ്റിനെയും ഒരു എയർക്രാഫ്റ്റും നമുക്ക് നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ഈ ദുബായ് എയർ ഷോയിൽ സംഭവിച്ച ഈ തേജസിൻ്റെ ദുരന്തം അതെന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ തേജസ് യുദ്ധവിമാനം ഒട്ടും സേഫ്റ്റി ഉള്ളതല്ല മറ്റ് പല രാജ്യങ്ങൾക്കുമുള്ള യുദ്ധവിമാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് തന്നെയാണോ? ഗൗതം, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ തേജസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചരിത്രം 24 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനമാണ്. അപ്പൊ ഇതിന്റെ ഈ 24 വർഷത്തിനിടയിൽ ആകെ രണ്ട് അപകടം. അതിൽ ഒരാള് ജീവൻ നഷ്ടപ്പെട്ടു, ദൗർഭാഗ്യകരമായ സംഗതി. അത് ആദ്യത്തെ അപകടം കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. അതായത് 23 വർഷം അത് ക്ലീൻ ഷീറ്റ് ആയിരുന്നു, അതിന് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വിമാനം. ഒരു സാധാരണഗതിയിൽ ഒരു വിമാനം അത് സർവീസിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ ശൈശവദശ എന്നൊക്കെ, ബാലാരിഷ്ടത എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ അതുപോലും ഇല്ലാതിരുന്ന ഒരു വിമാനമാണ് തേജസ്. കഴിഞ്ഞ വർഷം ജയ്സാൽമീറിൽ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ചൊരു അപകടം ഉണ്ടായി. അത് ആ വിമാനത്തിന്റെ എഞ്ചിൻ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ച പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ദുബായിൽ സംഭവിച്ചത് ആ വിമാനത്തിന്റെ തകരാറല്ല, ആ പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവ് എന്നാണ് പൊതുവെ ഇപ്പൊ വിലയിരുത്തുന്നത്. കാരണം ഒരു എയർ ഷോയിൽ ഒരു യുദ്ധമുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഒരു പൈലറ്റ് പ്രവർത്തിക്കുക. അദ്ദേഹത്തിന് കാണികളെ ഇംപ്രസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വിമാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ എത്തിയിരിക്കുന്ന ദൂരദിക്കുകളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികളെ ഇംപ്രസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് റിസ്ക് കൂടുതലെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വളരെ താഴ്ന്നു പറന്നു. പക്ഷെ പെട്ടെന്ന് അത് ആ വിമാനം മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതാണ് വ്യക്തമാകുന്നത്. കാര്യം ഇത് താഴേക്ക് പതിക്കുന്നതിന് മുൻപായിട്ട് ഇത് കുതിച്ചുയരാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവാകാം. അതല്ലെങ്കിൽ ഈ വിമാനം താഴ്ന്നു പറന്ന സമയത്ത് ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആ വിമാനത്തിന്റെ എഞ്ചിന് സാധിച്ചിട്ടുണ്ടാകില്ല. ഈ രണ്ട് സാധ്യതകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പൊ ഇവിടെ വലിയൊരു ആശങ്ക, അല്ലെങ്കിൽ ഇത് തേജസിന്റെ സുരക്ഷയെ കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുള്ള, ഏറ്റവും വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള വിമാനം എന്ന് അവകാശപ്പെടുന്നത് അമേരിക്കൻ നിർമ്മിതമായ F-35 എന്ന് പറയുന്ന വിമാനമാണ്. 5ാം തലമുറയിൽപ്പെട്ട വിമാനം. അപ്പൊ ഈ F-35 സ്വന്തമാക്കാൻ വേണ്ടി ലോക രാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ്. ഒരു പരിധിവരെ ഇന്ത്യയോട് പോലും F-35 വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിലപേശൽ നടത്തിയിരുന്നു. പക്ഷെ ഈ F-35 ചറവറ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്നേ. കാരണം ഇത് 2026 ഡിസംബർ 15-നാണ് ഈ F-35 ആദ്യമായിട്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പരീക്ഷണ പറക്കൽ തുടങ്ങിയത്. 2011-ൽ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി. 2016 മുതലാണ് ഇത് അമേരിക്കൻ സേന, അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേന അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഈ വിമാനം ഉപയോഗിച്ചു തുടങ്ങിയത്. അന്നു മുതൽ, അതായത് 2016-ന് ശേഷം കഷ്ടിച്ച് 2 വർഷമാണ് ആ വിമാനത്തിന് അപകടരഹിതമായ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നത്. 2018-ൽ കന്നി അപകടം ഉണ്ടായി. അമേരിക്കയുടെ US മറൈൻ കോർപ്സ് F-35B എന്ന് പറയുന്ന വിമാനം മറൈൻ കോർപ്സ് എയർ സ്റ്റേഷനിൽ തകർന്നു വീണു. അപ്പൊ അതില് ഇന്ധന വിതരണ ശൃംഖലയിൽ ഉണ്ടായ അപാകതയാണ് ആ വിമാനത്തിന്റെ തകരാറിന് കാരണമെന്ന് പറയുന്നു. പൈലറ്റ് ജീവനോട് രക്ഷപ്പെട്ടു. പക്ഷെ തൊട്ടടുത്ത വർഷം 2019-ൽ ഇപ്പൊ അമേരിക്ക അവരുടെ സഖ്യരാജ്യങ്ങൾക്കൊക്കെ F-35 കെട്ടിയേൽപ്പിക്കാറുണ്ട്. അപ്പൊ ജപ്പാനിൽ ഒരു F-35A എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട വിമാനം പസഫിക് സമുദ്രത്തിൽ തകർന്നു വീണു. അത് പൈലറ്റിന്റെ പിഴവ് മൂലം ഉണ്ടായ അപകടമാണ്. ആ സംഭവത്തിൽ ആ പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്ത ശേഷം പിന്നെ തൊട്ടടുത്ത് നമ്മുടെ 2025 ജനുവരിയിൽ US എയർഫോഴ്സിന്റെ F-35A എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനം എൽസൺ എയർഫോഴ്സ് ബേസിൽ തകർന്നു വീണു. പൈലറ്റ് സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ഈ വർഷം തന്നെ തൊട്ടടുത്ത അപകടം ഉണ്ടായി. അതായത് കഴിഞ്ഞ ജൂലൈയിൽ US നേവിയുടെ F-35C അത് നേവൽ എയർ സ്റ്റേഷനിൽ, കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷനിൽ തകർന്നു വീണു. അപ്പൊ ഈ 2018 മുതൽ 2025 വരെ മുടക്കമില്ലാതെ എല്ലാ വർഷവും ഈ വിമാനം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ലോകത്തെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വിമാനമാണ് ഈ F-35 എന്ന് ഓർക്കണം. കൂടാതെ അതിന്റെ വില അതൊരു നിർണായക ഘടകമാണ്. F-35
അതിന്റെ ബേസ് മോഡലിന് ഇന്ത്യൻ കറൻസിയിൽ വില 700 കോടി രൂപയാണ്. അതിന്റെ ടോപ്പ് മോഡലിന് ഏതാണ്ട് 944 കോടി രൂപ മുടക്കണം. എന്നാൽ തേജസിനെ സംബന്ധിച്ച് തേജസ് ഇപ്പോൾ തകർന്നു വീണ തേജസിന് ഇന്ത്യക്ക് ആകെ മുടക്കുമുതലുള്ളത് 156 കോടി രൂപ മാത്രമാണ്. തേജസിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത് പോലും 600 കോടി രൂപയ്ക്കാണ്. അതായത് MK2 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലുള്ള വിമാനം. പക്ഷെ ഈ ചെറു വിമാനം അത് ഈ ശ്രേണിയിൽപ്പെട്ട മറ്റ് വിമാനങ്ങളെ കടത്തി വെട്ടിയത് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിന്റെ പ്രകടന മികവ് കൂടി കൊണ്ടാണ്. കാര്യം പറഞ്ഞാൽ ഇത് മറ്റ് ഈ ശ്രേണിയിൽപ്പെട്ട, അതായത് ഈ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതായത് ചെറു യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തില് മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് 20 മുതൽ 25% വരെ ഭാരക്കുറവാണ് ഈ വിമാനത്തിന്. കൂടാതെ ഇതിന്റെ നിർമ്മാണവും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കാരണം ഇതിന്റെ ടൈറ്റാനിയം, അലൂമിനിയം, ലിഥിയം ഇങ്ങനെയുള്ള ലോഹസങ്കരമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ നമ്മുടെ ബഹിരാകാശ യാനങ്ങൾക്കും റോക്കറ്റുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. കൂടാതെ ഇതിന്റെ പുറമേ കാണുന്ന അതിന്റെ ബോഡി, അതിന്റെ 90%-ഓളം റീഇൻഫോഴ്സ് ചെയ്ത കാർബൺ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഭാരക്കുറവ് മാത്രമല്ല, ഈ ഒരു സെമി സ്റ്റെൽത്ത് സ്വഭാവം ഇതിന് കൈവരിക്കും. കാരണം ലോഹഭാഗം അല്ലാത്തത് കൊണ്ട് തന്നെ റഡാർ സിഗ്നലുകളെ ഒരു പരിധിക്കപ്പുറം ഇത് പ്രതിഫലിപ്പിക്കില്ല. അങ്ങനെ ഒരു സെമി സ്റ്റെൽത്ത് സ്വഭാവം കൂടി ഇതിന് കൈവരുന്നു. പിന്നെ ഭാരക്കുറവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുതിച്ച് മുമ്പോട്ട് നീങ്ങാനും വെട്ടിത്തിരിയാനും ഉള്ള സവിശേഷത കൂടി തേജസ്സിനുണ്ട്. അപ്പൊ ഇത്തരം ഒരുപാട് സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 23 വർഷം ഇതിന് ഒരു അപകടവും ഇല്ലാതെ ഇത് മുന്നേറിയത്. പക്ഷെ ദൗർഭാഗ്യകരമായി കഴിഞ്ഞ വർഷം ഈ വർഷം ഓരോ അപകടം ഉണ്ടായി. ഇനി അപകടങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ F-35 ഏറ്റവും സവിശേഷതയുള്ള വിമാനമെന്ന് ഇപ്പൊ അവകാശപ്പെടുന്ന F-35 1 ലക്ഷം ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള സമയത്ത് ഏകദേശം 1.6, അതായത് ഒരു 1.5 ക്രാഷ്, ഒരു 1.5 വിമാനം, ഒരു ലക്ഷം മണിക്കൂർ ആ വിമാനം പറന്നിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വിമാനം തകർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് കണക്ക്. ഇനി ഈ അമേരിക്കയുടെ തന്നെ F-16 എന്നും പറഞ്ഞൊരു വിമാനമുണ്ട്. അത് ഇപ്പൊ പാകിസ്ഥാനൊക്കെ അവരുടെ പ്രധാന വിമാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് F-16. അതിന്റെ ചരിത്രം ഇതിലും കോമഡിയാണ്. കാരണം അത് 1 ലക്ഷം ഫ്ലൈയിങ് അവേഴ്സ് ഉള്ളതിന് ഏതാണ്ട് 3.56 ക്രാഷ്, അതായത് 3.5 വിമാനങ്ങൾ തകർന്നിട്ടുണ്ടാവും 1 ലക്ഷത്തില്. ഈ പാകിസ്ഥാന്റെ തന്നെ കണക്ക് നോക്കാം, അതാണ് അതിൽ രസകരമായത്. 1982-ലാണ് പാകിസ്ഥാന് ഈ F-16 വിമാനം കിട്ടിയത്. ഇതിനോടകം 10 വിമാനങ്ങൾ അവരുടെ തകർന്നിട്ടുണ്ട്. ഈ F-16 ഇതിനോടകം ഏതാണ്ട് 233 അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2000 വരെയുള്ള കണക്കാണ്. അതില് 35% എഞ്ചിൻ തകരാറ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. 24% ഇത് നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് തട്ടിയത് കൊണ്ട് ഉണ്ടായ അപകടമാണ്. ഇനി ഏറ്റവും അപകടകരമായ വിമാനങ്ങളുടെ ചരിത്രം നോക്കിയാൽ അതും അതിന്റെ ക്രെഡിറ്റും അമേരിക്കയ്ക്കുള്ളതാണ്. കാരണം അവരുടെ F-104 എന്ന് പറയുന്ന ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച സ്റ്റാർ ഫൈറ്റർ എന്നും പറഞ്ഞൊരു വിമാനം ഉണ്ടായിരുന്നു. അത് കുറച്ച് പഴക്കമുള്ള വിമാനമാണ്. അവര് മാക് 2 വേഗതയിൽ, അതായത് ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടി മാത്രം, വേഗതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ച ഒരു വിമാനമാണ്. അപ്പൊ ആ വിമാനം ഈ വേഗത മാത്രം പ്രശ്നമായതുകൊണ്ട് അതിന് ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയും, വിമാനങ്ങൾ തമ്മിൽ, ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്, ഇതിനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ജർമ്മനിക്ക് മാത്രം 292 വിമാനങ്ങളാണ് അവരുടെ നഷ്ടമായത്. 115 പൈലറ്റുമാരുടെ ജീവനും നഷ്ടമായിട്ടുണ്ട് ഈ കാരണം കൊണ്ട് മാത്രം. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം. ഈ മോശം ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഇതേപോലെ അപകട റെക്കോർഡുള്ള വിമാനങ്ങൾ നോക്കുമ്പോൾ അതിൽ ഇന്ത്യക്കും പറയാനുണ്ട്. കാരണം ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന MiG-21 റഷ്യൻ നിർമ്മിത വിമാനമാണ്. അതിനെ നമ്മൾ വിളിച്ചിരുന്ന രഹസ്യ പേര് ഫ്ലൈയിങ് കോഫിൻ എന്നാണ്, പറക്കുന്ന ശവപ്പെട്ടി. കാരണം നമ്മൾ 872 വിമാനങ്ങളാണ് നമ്മൾ MiG-21 ശ്രേണിയിൽപ്പെട്ട നമ്മുടെ എയർഫോഴ്സിന് ഉണ്ടായിരുന്നത്. അതിൽ 482 തകർന്നു വീണിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന MiG-21 ഫ്ലൈയിങ് കോഫിൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഫൈറ്ററിന് അവർ കൊടുത്തിരുന്ന വിളിപ്പേര് വിഡോ മേക്കർ എന്നാണ്, വിധവകളെ സൃഷ്ടിക്കുന്ന വിമാനം. അപ്പൊ ഇങ്ങനെ ഈ വിമാനങ്ങളുടെ സുരക്ഷയെ കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഏറ്റവും അപകടകാരിയായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള വിമാനങ്ങൾ, അത് അമേരിക്കക്കാർക്കാണ് ആ ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കണം. കൂടാതെ ഇതുകൊണ്ട് നഷ്ടമാകുന്നത് സാമ്പത്തിക ചെലവ് വെച്ച് നോക്കുമ്പോഴും അമേരിക്കയുടെ കൊട്ടിഘോഷിക്കുന്ന F-35 എന്ന് പറയുന്നതിന് ഏതാണ്ട് 1000 കോടിക്ക് അടുത്ത് വില വരുമ്പോൾ നമ്മുടെ ഇപ്പൊ തകർന്നു വീണ ഈ വിമാനത്തിന് 156 കോടി രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ നഷ്ടക്കണക്ക് നോക്കുമ്പോഴും ഒരു രാജ്യത്തിന് താങ്ങാവുന്ന
അപ്പുറമുള്ള കണക്കുകളാണ് ഈ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ സമ്മാനിക്കുന്നത് കൂടി ഓർക്കണം. അപ്പൊ തേജസിനെ സംബന്ധിച്ച് സുരക്ഷയെ കുറിച്ച് വലിയ ആശങ്കയില്ല. കാരണം ദുബായിൽ സംഭവിച്ചത് അത് പൈലറ്റിന്റെ പിഴവ് വന്നതാകണം, പൈലറ്റിന്റെ കണക്കുകൂട്ടലിൽ വന്ന പിഴവ് തന്നെ ആകണമെന്നാണ് ആദ്യ അനുമാനങ്ങൾ വരുന്നത്. പിന്നെ ആദ്യമുണ്ടായ ഒരു അപകടം, അതായത് രാജസ്ഥാനിൽ ജയ്സാൽമീറിൽ, അത് യന്ത്രപ്പിഴവാണ്. അതായത് വിമാനത്തിന്റെ എഞ്ചിനിൽ ഉണ്ടായ പിഴവ്. ആ വിമാനത്തിന്റെ എഞ്ചിൻ അത് അമേരിക്കൻ നിർമ്മിതമാണ്, ഇന്ത്യൻ മേഡ് അല്ല. തേജസ് വിമാനം മാത്രമാണ് ഇന്ത്യൻ മേഡ്. നമ്മളിപ്പോ സ്വന്തമായിട്ട് തേജസിന് വേണ്ടി സ്വന്തം എഞ്ചിൻ അതിനു വേണ്ടിയിട്ടുള്ള രൂപകൽപ്പനയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ അത്തരം ആശങ്കകൾ കൂടി ഇല്ലാണ്ടാകും എന്ന് നമുക്ക് തൽക്കാലം കരുതാം.